ഞാൻ ആക്ച്വലി കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ പെയിൻറ്റിംഗ് പരിപാടികളൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തത്. ഞാനിങ്ങനെ പ്രൊഫഷണലി പെയിൻറ്റിംഗ് പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷേ പണ്ട് കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ സ്കില്ലൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പതിയെ സ്കെച്ച് ചെയ്തൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ആ ടൈമിൽ ഞാൻ കൂടുതലും പെൻസിൽ സ്കെച്ചസും അല്ലെങ്കിൽ പോർട്രേറ്റ് സ്കെച്ചസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനെ പുതിയ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറേ ആയി ഇങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഘോഷ പെയിൻറ്റിങ്സ് അതിൻ്റെ ഒത്തിരി റീൽസ് കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കും ഇതൊന്ന് ചെയ്ത് നോക്കണം. പക്ഷേ ഞാനത് മേടിക്കാനായിട്ട് ആമസോണിലൊക്കെ ഒന്ന് അതിൻ്റെ ഒരു കോസ്റ്റൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ്. ഇത് നമുക്ക് പറ്റുന്ന പണിയാണോ എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ഇത്ര കാശ് മുടക്കി മേടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെയുള്ള ആർട്ട് സ്റ്റോറുകളിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കും ഇതിൻ്റെ ഒരു സ്റ്റുഡൻസ് വേർഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ് പരീക്ഷിക്കാൻ പറ്റുന്ന ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമെന്ന്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ അടുത്ത മിസ്റ്റർ പ്രൈസിൽ ഞാൻ ഇവിടെ പോയപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റുഡൻസ് വേർഷൻ ട്യൂബായിട്ടുള്ളത്. മറ്റേത് ഞാൻ കണ്ടേക്കുന്നത് ഇങ്ങനെ ഒരു ജെല്ലിട്ട് കണ്ടു. അതാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു എക്കണോമിക്കലായിട്ടുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഞാനത് മേടിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഒരു ട്രയൽ ആൻഡ് ആയിരുന്നു. നിങ്ങൾ കുറച്ച് പെയിൻറ്റിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനു ഞാൻ ചെയ്തത്. അപ്പോൾ സ്കെച്ച് ബുക്കിൽ അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ വലിയ കുഴപ്പമില്ല, കുറച്ചുകൂടെ മാനേജബിളാണ്. അതിൻ്റെ കുറച്ച് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടു. അങ്ങനെ എന്ത് വരയ്ക്കും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളൊരു 2 ആഴ്ച മുന്നേ ഇവിടെ അയർലൻഡിലുള്ള ബാലിനാസ്റ്റോ വൂഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോയി. അപ്പോൾ ഒത്തിരി വീഡിയോസിലും റീൽസിലും യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഞാൻ മുമ്പ്. അത് ഭയങ്കര ഭംഗിയുള്ള ഒരു ശരിക്കും ഒരു വാക്കിംഗ് ട്രയലാണ്. മറ്റേ അതുപോലെ ബൈക്ക് മീൻസ് നമ്മുടെ സൈക്കിളിലാണെങ്കിലും പോകാൻ പറ്റുന്ന സൈക്കിൾ ട്രാക്സ് ഉണ്ട്. അതിൻ്റെ കുറച്ച് മാറി ഞങ്ങൾ വാക്കിംഗ് ട്രയൽസിലാണ് പോയത്. അത് ഞങ്ങൾ ചെന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് ടൈം ആയിരുന്നു. അപ്പം ഭയങ്കര നല്ല കാറ്റ് മഴയുള്ള ഒരു ദിവസം. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഔട്ട് സൈഡിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അതുപോലെ കാറ്റ്. പക്ഷേ ഈ വൂഡ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ശാന്തതയാണ്, മറ്റൊരു കാംനെസ് ആൻഡ് പീസ്ഫുൾനെസ് ഒക്കെയാണ്. നമ്മൾ ഈ വാഗമണിലൊക്കെ പണ്ട് പൈൻ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു ഫീൽ, പക്ഷേ അതിലും കുറച്ചും കൂടെ കൂടുതൽ വേറൊരു ഫീലായിരുന്നു ഇത്. അപ്പം ഭയങ്കര നല്ല ഹൈറ്റുള്ള മരങ്ങളാണ് എല്ലാം. അപ്പോൾ അതിനകത്തോടെ നടക്കാൻ തന്നെ വേറൊരു ഫീലാണ്. അതിന് നമ്മുടെ ഒരു സ്കെയിലും നമ്മുടെ ഒരു ഹ്യൂമൻ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര ഒരു മജസ്റ്റിക് ഫീൽ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഫീൽ തരുന്ന ഒരു വൂഡ്സ്. അപ്പോൾ ഞാനിപ്പോഴും ഈ ഇങ്ങനെ മരമൊക്കെ ഉള്ള സ്ഥലത്തിൽ പോകുമ്പോൾ താഴെ നിൽക്കുന്ന മേളിലേക്ക് നോക്കും. ഈ മരത്തിൻ്റെ ഈ ഫോളിയേജ് എല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര തിക്കായിട്ട് നിൽക്കുന്ന ഫോറസ്റ്റ് ആണെങ്കിലും അതിൻ്റെ ഇലകൾ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ബൗണ്ടറി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു നാരോ ഗ്യാപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടിട്ടായിരിക്കും നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു ആർക്കിടെക്ചറിൽ പഠിക്കുമ്പോൾ PG പഠിക്കുമ്പോഴാണെന്ന് ഓർക്കുന്നില്ല. കോളേജ് പഠിച്ചിരുന്ന സമയത്താണ് നമുക്കൊരു അക്കാഡമിക്കലി ഏതോ ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിനോമിന ഉണ്ടെന്നുള്ള കാര്യം കാണുന്നത്. അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഇതിന് ആക്ച്വലി സയൻറ്റിഫിക്കലി ഒരു പേര് പറയുന്നത്. അതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുമോ? താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.